നമ്മൾ ഈ ലോറി ട്രക്ക് ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സിൻ്റെ അടുത്ത് അവർക്ക് ചില കാര്യങ്ങൾ കൂടി പ്രേക്ഷകരോട് പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. നൗഷാദേ, നമ്മൾ നേരത്തെ ഈ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ ആവശ്യങ്ങളായി പ്രേക്ഷകരോട് ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് GPS-ൻ്റെ കാര്യമാണ്. അത് സർക്കാർ പരിഗണിക്കുമോ എന്നുള്ളത് നമുക്കറിയാം, വരുന്ന നിമിഷങ്ങളിൽ അറിയുകയും ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ അർജുൻ്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഇനി ചോദ്യം ഇനി സർക്കാരിൻ്റെ കയ്യിലാണ്. പല ട്രക്കുകളും ഇങ്ങനെ ഓടുന്ന സമയത്ത്, ഈ വാർത്തയൊക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ടോ? ടെൻഷനൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല, എല്ലാവരും മലയാളികളെല്ലാം ഉണ്ടെങ്കിൽ പോലും. തീർച്ചയായിട്ടും അതിൽ ഇപ്പോൾ നമ്മുടെ സഹോദരന്മാരാണ് ഈ രാജ്യത്തിൻ്റെ ഒരു തലക്കുന്ന് അങ്ങേ തല വരെ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നത്, എല്ലാ സാധനങ്ങളും. പക്ഷെ അവർക്കുള്ളൊരു സുരക്ഷ കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിനോ സർക്കാരിനോ സാധിക്കുന്നില്ല. അവർക്കൊന്ന് കിടക്കാനോ അവർക്കൊന്ന് ഫ്രഷ് ആവാനോ ഉള്ള സൗകര്യം ഇപ്പോഴും നിലവിലില്ല. ഇപ്പോൾ നമ്മൾ റോഡിന് ടാക്സ് ഇഷ്ടംപോലെ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊന്ന് ബോംബെ പോയി വരണമെങ്കിൽ 10-12,000 രൂപയുടെ അടുത്ത് ടോള് കൊടുക്കേണ്ടതുണ്ട്. ആ ടോള് കൊടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു സംവിധാനവും ഈ ലോറിക്കാർക്കോ ലോറിയുടെ സംവിധാനങ്ങൾക്കോ എനിക്കൊരു സംശയം. ഉദാഹരണത്തിന് ഇത്തരം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങുന്നുണ്ടല്ലോ. ഇപ്പോൾ റോഡ് ടാക്സ് ആയിട്ട് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് ടാക്സ് ആയിട്ട് സാധാരണ ട്രക്ക് ഉടമകളിൽ നിന്ന് വാങ്ങുന്ന പണത്തിൻ്റെ ഒരു ചെറിയ ശതമാനം ഉപയോഗിച്ചാൽ ഇവർക്കൊരു 10-50 അല്ലെങ്കിൽ 100 കിലോമീറ്റർ ഇടവേളകളിൽ ദേശീയപാതയിൽ ഇത്തരം ഫെസിലിറ്റി ഉണ്ടാക്കാൻ പറ്റുക, നിങ്ങൾക്ക് ധാബകൾ അവിടെ ലഭ്യമാവുക, അത്തരം സ്ഥലങ്ങളിൽ വണ്ടി സുരക്ഷിതമായി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങൾ ഉണ്ടാക്കുക, ഇതൊരു പ്രധാനപ്പെട്ട ആവശ്യമല്ലേ നിങ്ങളുടെ? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അത് നിരവധി തവണകളായിട്ട് ഇപ്പോൾ നമ്മുടെ സംഘടനയുടെ തൊഴിലാളികളുടെ പേര് നമ്മുടെ പേര് സക്കീർ. പലപ്പോഴും നിങ്ങൾ ഓടാറുണ്ടോ? വണ്ടി ഓടാറുണ്ടോ? ദൂരെ പോകാറുണ്ടോ? എത്ര ദൂരമൊക്കെ പോകും? ബോംബെ പോകാറുണ്ട്. ഈ റോഡ് വഴിയാണ് പോകാറ്? അതെ. ഈ കാർവാർ വഴി ഇങ്ങനെ പോകും അല്ലേ? അപ്പോൾ ശരിക്കും വലിയ ബുദ്ധിമുട്ടല്ലേ? ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പേരറിയാത്ത, കാലാവസ്ഥ എന്തെന്നറിയാത്ത സമയത്തൊക്കെ നിങ്ങൾക്ക് ഓടിച്ചു പോയി വണ്ടി പാർക്ക് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവാറില്ലേ? 100%. നമുക്ക് നിലവിലെ വലിയൊരു വിഷയം നമ്മൾ കൊടുക്കുന്ന റോഡ് ടോള്, ഈ ടോളിനനുസരിച്ചിട്ടുള്ള ഒരു ലഭ്യതയും നമുക്ക് ലഭിക്കുന്നില്ല. നമുക്കിപ്പോൾ ഇവിടെ നാട്ടിൽ പറയുമ്പോൾ ഈ ഒരു കാറിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഏതൊരു പെട്രോൾ പമ്പിലും ഒരു ഫെസിലിറ്റി ഉണ്ട്, അവരൊരു നിയമമുണ്ട്. ആ അടിക്കുന്ന പെട്രോളിന് നമ്മൾ അടിക്കാൻ അവിടെ കയറി കഴിഞ്ഞാൽ ഒരു റെസ്റ്റ് റൂം, അതേപോലെ ഒരു മൊബൈൽ ചാർജിങ്, വണ്ടി പാർക്ക് ചെയ്ത് വിശ്രമിക്കാനുള്ള, ഇതൊന്നും ഒരു ലോറിക്കാരൻ ഇന്നവരെ ഒരു പമ്പിലും കിട്ടുന്നില്ല. കേരളത്തിലോ ഇന്ത്യയിലോ ഒരു സ്ഥലത്തും കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ആ നിയമം നിങ്ങൾക്കും കിട്ടാവുന്നതല്ലേ? നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നിയമമല്ലേ? പക്ഷെ അത് നമുക്ക് ലഭിക്കുന്നില്ല. എന്തുകൊണ്ടെന്നോ നമുക്കത് ഒരു കാരണവശാലും കിട്ടുന്നില്ല. പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. വലിയ വാഹനങ്ങളുണ്ട്, വണ്ടിയിൽ തടസ്സപ്പെടുന്നു. അവരുടെ അത്രയും സ്ഥലം പോവുകയാണ്. പക്ഷേ നമ്മളെ എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു രണ്ടാം തരം ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ഇവിടെയും കുറേ ഒക്കെ ഉണ്ട് അണ്ണന്മാരെന്ന് നമ്മളെ വിളിക്കുക. പാണ്ടി വണ്ടിയിലെ ഡ്രൈവർ. അതെ, ഈ ഡ്രൈവർമാർക്ക് യാതൊരു വിലയില്ല. എവിടെ ചെന്നാലും അപകടന, ഏത് സ്ഥലത്ത് ചെന്നിട്ടാണെങ്കിലും അപകടന. നമുക്കിപ്പം പറയുന്ന ഒരു ചെറിയ വിഷയം പറയുകയാണെങ്കിൽ ഒരു കാറ്, ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്ന കാറ് മാക്സിമം പോയാൽ 60 ലിറ്ററിൻ്റെ ഒരു ടാങ്ക്, ഒരു 6,000 റുപ്യൻ്റെ പെട്രോൾ അടിക്കുന്നത്. നമ്മൾ അടിക്കുന്ന ഡീസൽ ചില്ലറ ഡീസലല്ല, 360-400 ലിറ്ററിൻ്റെ ടാങ്കാണ്. അതായത് ഒരു ഒറ്റ അടിക്ക് ഒരു 36,000 റുപ്യ എൻ്റെ ഡീസൽ അടിക്കുന്ന ആൾക്ക് ഒരു കുടിവെള്ള സൗകര്യം പോലും ഇന്ന് ലഭിക്കുന്നില്ല എന്നാണ് സത്യം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പെട്രോൾ പമ്പിലെ ഉടമകൾ, നിങ്ങളൊരു തീരുമാനം എടുക്കണം. കാര്യം അത് നാട്ടുകാരുടെ ഒരു പൊതുമനോഭാവം നമ്മൾ മാറേണ്ടതാണ്. ഇവരിപ്പോൾ പറയുന്നത് പാണ്ടിലോറിയുടെ ഡ്രൈവർമാരല്ലേ, അങ്ങനെ നിങ്ങളെ വിളിക്കുക. അപ്പോൾ അത് നോക്കൂ, ഏതൊരു മനുഷ്യനെടുക്കുന്ന തൊഴിലിനും ഒരു വിലയില്ലേ? ഇവർ ഈ വാഹനത്തിൽ കൊണ്ടുവരുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള അരിയാ, നമുക്ക് താമസിക്കാനുള്ള വീടിൻ്റെ സാധനങ്ങളാണ്, നമ്മൾ പണിയാൻ പോകുന്ന വീടിൻ്റെയോ ഓഫീസിൻ്റെയോ ഒക്കെ സാധനങ്ങളുമായിട്ടാണ് ഇവർ പേരറിയാത്ത സ്ഥലത്ത് ദൂരത്ത് പോയി വളയം പിടിച്ചു വരുന്നത്. ഒരുപക്ഷെ ഡ്രൈവിംഗ് ആസ്വദിക്കുന്നുണ്ടാവും, പക്ഷേ അതിനേക്കാളേറെ റിസ്ക് എടുത്ത് വരുന്ന മനുഷ്യരാണ്. അവരെ നമ്മൾ അവഗണിച്ച് കളയരുത്. ലോറി ഡ്രൈവർമാരെ പാണ്ടി ലോറി ഡ്രൈവർമാരെന്നും അണ്ണന്മാരെന്നും എന്നൊക്കെ തരംതിരിച്ച് രണ്ടാം വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാക്കി നിർത്തുന്നതിലുള്ള സങ്കടം അവർ പറയുമ്പോൾ അത് നമ്മൾ കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതങ്ങനെ ആ സമൂഹത്തിൻ്റെ മനോഘടന മാറണം. അതിനേക്കാളപ്പുറം പെട്രോൾ പമ്പിലെ ഓണർമാരോടും ഈ HP, BP തുടങ്ങിയ എല്ലാ കമ്പനികളിലോടും നമുക്കൊരു ഇന്ത്യൻ ഓയിൽ തുടങ്ങിയ കോർപ്പറേഷനുകളോടും നമുക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ മറ്റെല്ലാ യാത്രക്കാർക്കും നിങ്ങളുടെ ചട്ടപ്രകാരം അവിടെ വിശ്രമിക്കാനുള്ള സമയവും അവർക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള സൗകര്യവും അവർക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യവും ശുചിമുറി ഉപയോഗിക്കാനുള്ള സൗകര്യവും കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 10-30,000 രൂപ നിങ്ങളുടെ പമ്പിൽ നിന്ന് അടിക്കുന്ന, ഇനി അത് പോട്ടെ 1000 രൂപയ്ക്ക് അടിച്ചാൽ പോലും ആ ചട്ടപ്രകാരം നിങ്ങൾ അവർക്ക് വിശ്രമത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ചെറിയ ഒരു ലാഭം നിങ്ങൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കൂ. അവരൊക്കെ ഉണ്ടെങ്കിലല്ലേ നിങ്ങളും ജീവിച്ചു പോകുന്നുള്ളൂ. ഇങ്ങനെ പരസ്പരം സഹായിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഈ അർജുന് ഇതേപോലെ ഇടിഞ്ഞു വീഴാൻ തയ്യാറെടുത്ത് നിൽക്കുന്നൊരു മലയുടെ ചുവട്ടിൽ പോയി അപകടകരമായ സാഹചര്യത്തിൽ വണ്ടി പാർക്ക് ചെയ്യണമായിരുന്നു. ഇതേപോലെയുള്ള
പോലെയുള്ള ധാബകളിൽ പോയി ആ രീതിയിൽ അപകടകരമായി ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇത് തീർച്ചയായും പെട്രോൾ പമ്പ് ഉടമകളുടെ ശ്രദ്ധയിലേക്ക് കൂടി നമ്മൾ പെടുത്തുന്നു. അത് കോർപ്പറേഷൻ്റെ ശ്രദ്ധയിൽ കൂടി പെടുത്തുന്നു. നിങ്ങളുടെ ചട്ടങ്ങളിൽ ഇത്തരം വാഹനങ്ങൾ പാർക്ക് ചെയ്ത് വരുന്ന ഡ്രൈവർമാരെ നിരുത്സാഹപ്പെടുത്തരുത്. അവരെ അണ്ണന്മാരെന്ന് വിളിച്ച് സമൂഹം ആക്ഷേപിക്കരുത്. അവർ നമ്മുടെ സമൂഹത്തിലെ ഒരു കരുത്തുള്ള ആർമിയാണ്. അവർ നമ്മളുടെ ജീവനാഡിയാണ്. അവർ നാളെ ഒന്ന് പണിമുടക്കി നോക്കിയാൽ വിവരം അറിയും. അപ്പോൾ അവരത് ചെയ്യാതെ അവരിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ദിവസങ്ങൾ. സാധാരണ ഇതിൽ എത്ര ദിവസം എടുക്കും ബോംബെ പോയിട്ട് ഇങ്ങോട്ട് വരാൻ? മാക്സിമം ഒരു 10 ദിവസം എടുക്കുന്നത് ഇന്നത്തെ കാലാവസ്ഥയിൽ. 10 days എടുക്കും. 10 days. അങ്ങോട്ട് പോവാൻ ഒരു 4 ദിവസം, 3 ദിവസം. 3 ദിവസം. പിന്നെ ഒരു ദിവസം അവിടെ റെസ്റ്റ് ചെയ്യും. ഒരു ലോഡിൻ്റെ അനുസരിച്ച് ലോഡാവണം. തിരിച്ച് ലോഡായാലേ പോരാൻ കഴിയും. അത് ചിലപ്പോൾ ഒരാഴ്ച അതിൻ്റെ മുകളിലൊക്കെ ഭക്ഷണം വണ്ടിയിലുണ്ടാക്കി കഴിക്കും. വണ്ടിയിലുണ്ടാക്കി കഴിക്കും. അതിനുള്ള സംവിധാനമായിട്ട് പോകും. അതിനുള്ള സംവിധാനം എന്തൊക്കെ ഉണ്ടാവും? അതിൽ ഗ്യാസ്, ചെറിയ സിലിണ്ടർ ഉണ്ട്. പക്ഷെ അതും നിയമവിധേയമല്ല. തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ അത് പിടിക്കപ്പെട്ടാൽ ഫൈൻ അടിച്ചിട്ട് വിടുന്നുണ്ട്. കാരണം ഈ വാഹനത്തിൽ ഈ ഗ്യാസ് സിലിണ്ടർ കാര്യങ്ങൾ വെക്കാൻ പാടില്ല. ഒരു കമ്പനീൻ്റെ ഉള്ളിൽ വണ്ടി കയറണമെങ്കിൽ ചില കമ്പനികൾക്ക് ഒരു റൂളുണ്ട്. കുടിവെള്ളം പോലും അകത്ത് കയറ്റാൻ സമ്മതിക്കില്ല. വണ്ടി കമ്പനിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെ 2 ദിവസം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന കമ്പനികളുണ്ട്. ഭക്ഷണ സൗകര്യങ്ങൾ നമുക്ക് തരുന്നില്ല. ഗേറ്റിൽ നമ്മൾ കൊണ്ടുപോകുന്ന വെള്ളം ചിലപ്പോൾ 100 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ അത് പുറത്ത് ഇറക്കി വെക്കണം. അതേപോലെ ഗ്യാസ് മറ്റുള്ള സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടേ ഉള്ളിൽ കയറാൻ പറ്റും. നമുക്ക് ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ഈ അടുത്ത എറണാകുളം ജില്ലയിൽ ഒരു റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് ഇത്രയും ഭീമമായ ടാക്സ് അടിക്കുന്ന വാഹനം 12,000 സംതിങ് ഒരു 3 മാസമായി ക്വാർട്ടർ ടാക്സ് അടിക്കുന്ന ഒരു വാഹനം പാർക്ക് ചെയ്തതിൻ്റെ പേരിൽ അനധികൃതമായിട്ട് ഉണ്ടാക്കിയ ഒരു തട്ടുകടക്കാരൻ വണ്ടിയുടെ മുകളിൽ കരിയോല വെച്ച നാടാണ് നമ്മുടെ നാട്. ഒക്കെ ഒന്ന് ആലോചിക്കണം പ്രേക്ഷകർ ഇവർ പറയുന്ന കാര്യങ്ങൾ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് പോകുന്ന പെരിഷബിൾ ഗുഡ്സ്, നമ്മളെ ചീഞ്ഞു പോകുന്ന ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പാർട്ടികൾ നമുക്ക് ടൈം നിശ്ചയിച്ച് തരികയാണ്. ഇന്ന ടൈമിന് അവിടെ എത്തണമെന്ന്. വഴിയിലുള്ള ബ്ലോക്കുകളോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും അവരത് കെയർ ചെയ്യുന്നില്ല. അതിനനുസരിച്ച് അവർ വാടക കട്ട് ചെയ്തിട്ടാണ് തിരിച്ചു തരുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാര്യം ഇവർ അമിത വേഗതയിൽ വാഹനം ഓടിച്ചാൽ ഇവരും ആ സാധനവും പോകില്ലേ, അവരുടെ വീട്ടുകാർ അനാഥമാവില്ലേ? ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. പറഞ്ഞു തുടങ്ങിയാലുണ്ടല്ലോ പരാതിയുടെ കെട്ടഴിച്ച ഈ കടൽ പോലെ അത്രയും വലിയ പ്രശ്നങ്ങൾ അവരെ നേരിടുന്നുണ്ട്. ഇതൊക്കെ ഒരു അർജുനൻ്റെ ഒരു ദുരന്തം വേണ്ടി വരുന്നു നമ്മളെ സംബന്ധിച്ച് ലോകം അറിയാൻ എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. കാര്യം ഇതിൽ സർക്കാർ ഇടപെടേണ്ടത് സർക്കാർ ഇടപെടണം. പമ്പുകളുടെ ഉടമകൾ ചെയ്യേണ്ടത് പമ്പുകളുടെ ഉടമകൾ ചെയ്യണം. ഇത്തരം സൗകര്യങ്ങൾ കോർപ്പറേഷനുകൾ ചെയ്തു കൊടുക്കേണ്ടത് അവർ ചെയ്യണം. ആ യാത്രക്കാരെ അതിലെല്ലാത്തിലും അപ്പുറം ആ ട്രക്ക് ഡ്രൈവർമാരെ നമ്മൾ അണ്ണന്മാരെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു മനോഗതിയും നമ്മുടെ ഉള്ളിൽ നിന്ന് മാറണം. അവരൊക്കെ നമ്മുടെ നാടിൻ്റെ സൈന്യമാണ് എന്നുള്ള